നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഷൊർണൂരിൽ വികസന പരിപ്രേക്ഷ്യവുമായി BJPയുടെ സംവാദ പരിപാടി. സംവാദം വികസിത ഷൊർണൂർ എന്ന ആശയമുയർത്തിപ്പിടിച്ച അവസരം തന്നാൽ ഷൊർണൂരിൽ വികസനത്തിൻ്റെ വിസ്മയം സൃഷ്ടിക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഒറ്റപ്പാലത്തും BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ വികസന സദസ്സ്. കേരളത്തിൽ ഒരു വികസനവും നടക്കുന്നില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം കൂടുതൽ സജീവമായി. വിവിധ കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ. കോട്ടായിൽ ഭരണ തുടർച്ചയുടെ അനിവാര്യത ഓർമ്മപ്പെടുത്തി LDF കൺവെൻഷൻ. കേരളശ്ശേരിയിൽ മാറ്റത്തിലേക്ക് വിരൽ ചൂണ്ടി BJP ഇലക്ഷൻ കൺവെൻഷൻ. അനധികൃത മണൽക്കടത്ത്. 2 പേർ ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. ഭാരതപ്പുഴയിൽ നിന്ന് കടത്താൻ ശ്രമിച്ച മണലുമായി പിടിയിലാതെ ദേശമംഗലം സ്വദേശികൾ. മണൽ കടത്താൻ ഉപയോഗിച്ച വാഹനവും പിടിച്ചെടുത്തു. വാദ്യവിസ്മയത്തോടെ കേരള കലാമണ്ഡലത്തിലെ പഞ്ചവാദ്യ വജ്ര ജൂബിലി ആഘോഷത്തിന് സമാപനം. 100-ൽ പരം കലാകാരന്മാർ അണിനിരന്ന പഞ്ചാഹനം പഞ്ചവാദ്യം ആസ്വാദകർക്ക് അനുഭൂതിയായി. വാദ്യപ്രവാഹത്തിൽ കൈകോർത്തത് ചെർപ്പുളശ്ശേരി ശിവനും ചോറ്റാനിക്കര വിജയന്മാരും ഉൾപ്പെടെ പ്രമുഖർ. 10,000 സാക്ഷി. കൽപ്പാത്തിയിൽ ചരിത്രപ്രസിദ്ധമായ ദേവരഥ സംഗമം. മണ്ഡല മഹോത്സവത്തിന് നാടൊരുങ്ങി. ക്ഷേത്രങ്ങളിൽ വിപുലമായ പരിപാടികൾ. വിശ്വാസികൾക്കിനി വ്രതശുദ്ധിയുടെ പുണ്യകാലം. കേരളത്തിൽ ഒരു വികസനവും നടക്കുന്നില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഒറ്റപ്പാലത്തെ BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വികസന സംവാദം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത കേരളത്തിനായി വികസിത ഒറ്റപ്പാലം എന്ന പേരിലാണ് സംവാദം സംഘടിപ്പിച്ചത്. ഇന്ത്യയിൽ കേരളം വികസനത്തിൽ വളരെ പിറകിലാണെന്ന് സദസ്സ് ഉദ്ഘാടനം ചെയ്ത BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇതിനെ മാറ്റാനാണ് BJP ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങളുടെ വികസിത കേരളം എന്ന കാഴ്ചപ്പാടും വികസിത ഒറ്റപ്പാലം എന്ന കാഴ്ചപ്പാടും ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ ഒരു സാധാരണ ഒരു ചോദ്യം ഇത് വികസനത്തിനെ കുറിച്ച് ഞങ്ങൾ എത്ര തവണ കേട്ടതല്ലേ. ഇവിടെ LDFും പറഞ്ഞിട്ടുണ്ട്, UDFും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പറയുമ്പോൾ BJP NDA പറയുമ്പോൾ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഞങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുത്ത ഒരു കാര്യമാണ്. കഴിഞ്ഞ 11 കൊല്ലം ഇന്ത്യ രാജ്യത്തിൽ വന്ന ഒരു കുതിച്ച മാറ്റം അത് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ടൊന്നുമല്ല വന്നത്. ഇത് ഒരു നേതാവും ആ പാർട്ടിൻ്റെ നീതിയും കാഴ്ചപ്പാടും അധ്വാനവും പ്രവർത്തനത്തിൻ്റെ ഒരു ഗുണം ഫലമായിട്ടാണ് ഇന്ന് ഇന്ത്യ 4ാം നമ്പറായിട്ട് ഇക്കോണമി. ലോകത്തിലെ ആരോട് ചോദിച്ചാലും ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. ഇവിടുത്തെ കുട്ടികൾക്ക് കഴിവുണ്ട്. ഒറ്റപ്പാലവുമായി ബന്ധപ്പെട്ട വിവിധ വികസന കാഴ്ചപ്പാടുകൾ സദസ്സ് മുന്നോട്ട് വെച്ചു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയും നടന്നു. മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തൊടി അധ്യക്ഷത വഹിച്ചു. BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ, കവി അഡ്വക്കേറ്റ് PT. നരേന്ദ്രമേനോൻ, സിറ്റിസൺസ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR. ശ്രീനിവാസൻ, BJP മധ്യമേഖലാ സെക്രട്ടറി T. ശങ്കരൻകുട്ടി, മണ്ഡലം സെക്രട്ടറി S. സ്വരൂപ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂരിൽ പുതിയ വികസന കാഴ്ചപ്പാടുകളുമായി BJPയുടെ സംവാദ പരിപാടി. വികസന കേരളത്തിനായി വികസിത ഷൊർണൂർ എന്ന ആശയത്തിലായിരുന്നു സംവാദം. ഒരു അവസരം കിട്ടിയാൽ വികസിത ഷൊർണൂരാക്കി മാറ്റുമെന്നും അത് BJPയുടെ കടമയായിരിക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഷൊർണൂരിലെ അപ്സര ഹാളിലായിരുന്നു BJPയുടെ സംവാദ പരിപാടി. വികസന കേരളത്തിനായി വികസിത ഷൊർണൂർ എന്ന ആശയത്തിലായിരുന്നു ചർച്ച നടത്തിയത്. ഷൊർണൂരിൽ പുതിയ വികസന കാഴ്ചപ്പാടുകൾ ഊന്നിയായിരുന്നു പരിപാടി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ അധ്യക്ഷതയിലായിരുന്നു ചർച്ച നടന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് BJP വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് ആമുഖമായി അദ്ദേഹം സൂചിപ്പിച്ചു. അഴിമതി ഭരണം BJPയുടെ ഗ്യാരണ്ടിയാണ്. ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ ഷൊർണൂരിൽ വികസനം കൊണ്ടുവരാൻ BJPക്ക് കഴിയുമെന്നും അത് BJPയുടെ കടമയായിരിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇനി മാറണം. അതിനുവേണ്ടി നരേന്ദ്രമോദിജി ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന വികസിത കേരളം, വികസിത ഷൊർണൂർ എന്ന കാഴ്ചപ്പാടിന് നിങ്ങളുടെ പിന്തുണ ആണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്.
ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ വികസനത്തിന് വേണ്ടി ഞങ്ങൾ 100% അല്ലെങ്കിൽ 1000% അധ്വാനിക്കും. ആത്മാർത്ഥമായി ഞങ്ങൾ അധ്വാനിക്കും. ഈ വികസനം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മുദ്രാവാക്യമല്ല, ഒരു പൊളിറ്റിക്കൽ സ്ലോഗനല്ല. ഞങ്ങൾ ശരിക്കും ഡീപ്ലി വിശ്വസിക്കുന്ന ഞങ്ങളൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം, വ്യവസായികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം, നാടിനെ നന്നാക്കുന്ന സാധ്യത യാഥാർത്ഥ്യമാക്കുന്ന ഒരു വികസനം, അഴിമതി രഹിത വികസനം. ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. 11 കൊല്ലം നരേന്ദ്രമോദിജി ഇന്ത്യയിൽ ചെയ്ത് കാണിച്ചു കൊടുത്തിരിക്കുന്നു. 2014 നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയാകുമ്പോൾ ഇന്ത്യന്റെ സ്ഥിതി എന്തായിരുന്നെന്ന് എല്ലാവരും പറയും. അതാണ് ഇന്നത്തെ കേരളത്തിന്റെ സ്ഥിതി. വിലക്കയറ്റം ഏറ്റവും കൂടുതൽ, രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ കേരളത്തിലാണ്. അപ്പോ മാറ്റാൻ എനിക്ക് എന്റെ ഒരു റെസ്പെക്ട്ഫുൾ സബ്മിഷനാണ്. മാറ്റുന്ന സമയമായി. നമുക്കിത് മാറ്റണം. നമ്മളെ കുട്ടികളെല്ലാം നാട് വിട്ട് പുറത്തു പോകുന്നു. തൊഴിലും സ്റ്റാർട്ടപ്പും അവസരങ്ങളെല്ലാം നോക്കി പുറത്തു പോകുന്നു. ഇതെല്ലാം നമുക്ക് മാറ്റണം. ശരിക്കും ഒരു നല്ല ഭരണം ഷൊർണൂരിൽ കൊണ്ടുവരണം. വികസനം നടപ്പിലാക്കുക, ജനങ്ങളെ സേവിക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. എന്നാൽ സംസ്ഥാനത്താകമാനം വികസനത്തിൻ്റെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങളാണ് CPM-ഉം കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഈ പറയുന്ന പാർട്ടി നേതാക്കൾക്ക് ഒരു ഡിബേറ്റ് പോലും നടത്താൻ കഴിയില്ല. അതിന് BJP തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. വ്യക്തമായ സന്ദേശമാണ് ബീഹാറിൽ BJP നടത്തിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വളരെ ആരോഗ്യകരമായ ചർച്ചയായിരുന്നു നടന്നത്. ഷൊർണൂരിലെ പോരായ്മകളെക്കുറിച്ചും കൂടുതൽ വികസനങ്ങളെ സംബന്ധിച്ചും GST അടക്കമുള്ള കാര്യങ്ങളും ചർച്ചയിൽ വ്യാപാരി നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഷൊർണൂരിൽ ഒരു വിവേകാനന്ദ പ്രതിമ സ്ഥാപിക്കാൻ നടപടി ഉണ്ടാകണമെന്ന് അഡ്വക്കേറ്റ് പ്രഭാശങ്കർ ചൂണ്ടിക്കാട്ടി. ഷൊർണൂർ കേരളീയ ആയുർവേദ സമാജത്തിൽ നിർത്തലാക്കിയ മരുന്നുകൾ വീണ്ടും പുനഃസ്ഥാപിക്കണമെന്നും ഷൊർണൂരിലെ RMS പുനഃസ്ഥാപിക്കണമെന്നും സമാജം മാനേജറും ആവശ്യപ്പെട്ടു. ഷൊർണൂരിൽ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് പരമേശ്വരൻ മാസ്റ്ററും ആവശ്യപ്പെട്ടു. മറ്റു വിഷയങ്ങളിലും ചർച്ച നടന്നു. രാജീവ് ചന്ദ്രശേഖറിന് പുറമെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ, EP നന്ദകുമാർ, അഡ്വക്കേറ്റ് സിനി മനോജ്, രഞ്ജിത്ത്, അഡ്വക്കേറ്റ് അനിൽ രാജ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തിരുവനന്തപുരത്തെ പ്രാദേശിക നേതാവിൻ്റെ ആത്മഹത്യ സങ്കടകരമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. സംഭവത്തിൽ BJPക്ക് വീഴ്ച പറ്റിയിട്ടില്ല. BJPയെ വിമർശിക്കുന്ന CPM നവീൻ ബാബുവിനെ മറക്കരുതെന്നും കരുണാകരനെ വഞ്ചിച്ചത് ആരാണെന്ന് എല്ലാവരും ഓർക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇത് ഒരു വളരെ സങ്കടമായ ഒരു കാര്യമാണ്. എല്ലാവർക്കും വിഷമമുണ്ട്. ഇന്നലെ തന്നെ ഞാൻ അതിന് ഞങ്ങൾ അന്വേഷിക്കണം എന്ന് ഞാൻ ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞു. ഞങ്ങളുടെ ഭാഗത്തിന് വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് വിടില്ല എന്ന് കൃത്യമായൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ പാനലിൽ ഇദ്ദേഹത്തിൻ്റെ പേരൊന്നും ഉണ്ടായിരുന്നില്ല. മണ്ഡലം ലെവലിൽ നിന്ന് ആ പാനൽ വന്നതിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല. ഇദ്ദേഹം പിന്നെ ശിവസേന ജോയിൻ ചെയ്തു. ഉദ്ധവ് ഠാക്കറെ ശിവസേനയിൽ എൻ്റെ ഭാഗമായിരുന്നു, അവിടെ ജോയിൻ ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. പക്ഷേ ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പ്രോസസ്സിൽ ഒരു വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിന് വിടില്ല, അതൊന്ന് നോക്കണം എന്ന് ഞാൻ കൃത്യമായൊരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് എടുക്കുന്നതെല്ലാം ഞാൻ കാണുന്നത് ഒരു നാണക്കേടാണ്, ഒരു ട്രാജഡിയാണ്. ഇതിപ്പോൾ കോൺഗ്രസ്സിൽ പറയുന്നവർ CPM പറയുന്നവരും നവീൻ ബാബുവിനെ മറക്കാൻ പാടില്ല. നവീൻ ബാബുവിനെ ദിവ്യേനെ ന്യായീകരിച്ച് ഒരു ACPന് സ്ഥാനാർത്ഥി ആരാണ് ആക്കിയത് ജനങ്ങൾക്കറിയാം. പക്ഷേ ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ എന്താ പറയേണ്ടത്, ഒരു നാണക്കേടാണ്. ഇതൊരു ട്രാജഡിയാണ്. ഞങ്ങൾ ഒരു റെസ്പോൺസിബിൾ പാർട്ടീൻ്റെ ഞങ്ങളത് അന്വേഷിക്കും. ഞങ്ങളതിൻ്റെ വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളത് വിടില്ല. പക്ഷേ ഇതുവരെ മനസ്സിലായത് ഞങ്ങളുടെ വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല. മണ്ഡലം പാനലിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല. ഒരു ട്രാജഡിയാണ്, സങ്കടമുണ്ട്, വിഷമമുണ്ട്. പക്ഷേ ഈ പൊളിറ്റിസൈസ് ചെയ്യുന്ന ഈ പാർട്ടികൾക്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും മറക്കാൻ പാടില്ല. ഇത് ജനങ്ങൾക്ക് അറിയാം. നവീൻ ബാബുവിനെ കുറിച്ച് ആരും മറന്നിട്ടില്ല. പിന്നെ കരുണാകരൻജീനെ ആരാണ് വഞ്ചിച്ചത്
ഏത് കോൺഗ്രസ് ലീഡർമാരാണ് ഇന്ന് സംസാരിക്കുന്നത്, അതിനെക്കുറിച്ചൊന്നും ഞങ്ങളെ പറയിപ്പിക്കരുത്. കൽപ്പാത്തി ഭക്തിസാന്ദ്രം ദേവരഥ സംഗമത്തിന് ആയിരങ്ങൾ സാക്ഷിയായി. വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിന് മുൻവശമുള്ള തേരുമുട്ടിയിലാണ് ത്രിസന്ധ്യയ്ക്ക് ദേവരഥങ്ങൾ മുഖാമുഖമെത്തിയത്. കേരളത്തിലെ ഏറ്റവും ആകർഷകമായ ആഘോഷങ്ങളിലൊന്നായ 10 ദിവസത്തെ രഥോത്സവത്തിലെ മുഖ്യവേളയാണ് ദേവരഥ സംഗമം. വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി, ഗണപതി, മന്ദക്കര മഹാഗണപതി, വള്ളി ദൈവാന സമേത സുബ്രഹ്മണ്യസ്വാമി എന്നിവരുടെ തേരുകൾ സന്ധ്യയ്ക്ക് നിറദീപച്ചാർത്തോടെ തേരുമുട്ടിയിലെത്തിയപ്പോൾ പുകൾപെറ്റ സംഗമത്തിന് കൽപ്പാത്തി സാക്ഷിയായി. ദേവരഥ സംഗമത്തിന്റെ പുണ്യവേള കാണാൻ ആയിരങ്ങൾ കൽപ്പാത്തിയിലെത്തിയിരുന്നു. തിങ്കളാഴ്ച രാവിലെ 9-ന് 4 അഗ്രഹാര ക്ഷേത്രങ്ങളിലും ധ്വജ അവരോഹണത്തോടെ ഈ വർഷത്തെ രഥോത്സവത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തെരഞ്ഞെടുപ്പ് ആവശ്യത്തിലേക്ക് കോട്ടായി. തെരഞ്ഞെടുപ്പ് കൺവെൻഷനോടെ LDF പ്രചരണ രംഗം സജീവമാക്കി. കൺവെൻഷൻ PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പക്കാർക്ക് 5 ലക്ഷം ആളുകൾക്കാണ് 1000 രൂപ വെച്ച് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നു. 1 ലക്ഷത്തിൽ താഴെ കുടുംബ വരുമാനം ഏതാണ്ട് 5 ലക്ഷം വരുന്ന ചെറുപ്പക്കാർക്ക് കേരളത്തിന്റെ മണ്ണിൽ സ്കോളർഷിപ്പ് മാസാമാസം 1000 രൂപ കിട്ടാൻ വേണ്ടി പോകുന്നു. ഈ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ടേയിരിക്കും. അങ്കണവാടി ടീച്ചർമാർ, ആശാവർക്കർമാർ, അതോടൊപ്പം തന്നെ നമ്മുടെ ആയമാർ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രീ പ്രൈമറി ടീച്ചർമാർ, അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂൾ പാചക തൊഴിലാളികൾ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ S അബ്ദുൾ റഹ്മാൻ, V മോഹനൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കീഴത്തൂർ മുരുകൻ, K കരുണാകരൻ, K മോഹൻകുമാർ, ജില്ലാ പഞ്ചായത്ത് കോട്ടായി ഡിവിഷൻ സ്ഥാനാർത്ഥി R ലത, ബ്ലോക്ക് പഞ്ചായത്ത് കോട്ടായി ഡിവിഷൻ സ്ഥാനാർത്ഥി MR ജയരാജ്, കോട്ടായി പഞ്ചായത്ത് 1-ാം വാർഡ് സ്ഥാനാർത്ഥി CR അനിത, പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് എന്നിവർ പ്രസംഗിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി CR കുഞ്ചു ചെയർമാൻ, KP രവീന്ദ്രൻ സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരളശ്ശേരിയിൽ BJP തദ്ദേശ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് രവി അടിയത്ത് ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജീവ് ആരപ്പത്ത് അധ്യക്ഷത വഹിച്ചു. രവി അടിയത്ത് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം നടത്തി. P രാജീവ് മാസ്റ്റർ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. സ്ഥാനാർത്ഥികളെ ചടങ്ങിൽ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് MP ശ്രീകുമാരൻ മാസ്റ്റർ, മണ്ഡലം പ്രസിഡന്റ് ഗംഗാ ഭഗത്ത് എന്നിവർ പ്രസംഗിച്ചു. നല്ല ഇടപെടലുകൾ കൊണ്ടും ഇന്ന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർമാരാണ്. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ഇന്ന് കേരളശ്ശേരി പഞ്ചായത്തിലെ ഒരു വ്യക്തിക്കും ഒരു ആനുകൂല്യങ്ങളും കിട്ടാത്ത ഒരു വീട് പോലും ഇല്ല എന്നുള്ളതാണ് 2014 ശേഷമുള്ള ഈ ഭാരതത്തിൽ ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്കും കേന്ദ്ര സർക്കാരിന്റെ ഓരോ ആനുകൂല്യങ്ങളെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവരെ, സാധാരണക്കാരന്റെ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള വീട് എന്ന സ്വപ്നം, ആ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഇവിടെ അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും വീടുകൾ കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. MP സുരേഷ് ബാബു സ്വാഗതവും VC ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. 14 വാർഡുകളിൽ 13 വാർഡുകളിലും BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു.
വാർഡ് 1 എ സജീവ്, 2 വടശ്ശേരി KC പ്രീത, വാർഡ് 3 ദിവ്യ കേരളശ്ശേരി, 4 അമ്മിണി, വാർഡ് 5 രാജശ്രീ, വാർഡ് 7 MP ശ്രീകുമാർ, 8 P രാജീവ്, വാർഡ് 9 PV സജിത, വാർഡ് 10 MC കൃഷ്ണകുമാർ, വാർഡ് 11 ശൈലജ, വാർഡ് 12 ദീപു, വാർഡ് 13 വന്ദന, വാർഡ് 14 K രാമദാസ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ബ്ലോക്ക് പഞ്ചായത്ത് തടുക്കശ്ശേരി ഡിവിഷനിൽ P നിഷയും കേരളശ്ശേരി ഡിവിഷനിൽ ചന്ദ്രികയും മത്സരിക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഭാരതപ്പുഴയിൽ നിന്ന് അനധികൃത മണൽ കടത്താൻ ശ്രമിച്ച പുഴമണലുമായി 2 പേരെ ചെറുതുരുത്തി പോലീസ് പിടികൂടി. മണൽ നിറച്ച 60 ചാക്കുകളുമായി ദേശമംഗലം സ്വദേശികളായ സതീഷ്, ജിഷ് എന്നിവരെയാണ് ചെറുതുരുത്തി പോലീസ് പിടികൂടിയത്. മണൽ കടത്താൻ ഉപയോഗിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചെറുതുരുത്തി സബ് ഇൻസ്പെക്ടർ CM ജമാലുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കറുത്ത ടാർപ്പായ കൊണ്ട് മറച്ച നിലയിൽ വന്ന അശോക് ലൈലൻഡ് ദോസ്ത് വാഹനം തടഞ്ഞു നിർത്തിയത്. പരിശോധനയിൽ ദേശമംഗലം പല്ലൂരിലെ ഊരാളിക്കടവിൽ നിന്ന് മോഷ്ടിച്ച ചാക്കുകളാക്കി കടത്താൻ ശ്രമിച്ച മണലാണ് പിടിച്ചെടുത്തത്. നിയമപരമായ യാതൊരു രേഖകളുമില്ലാതെ അനധികൃതമായി മണൽ കടത്തുകയായിരുന്നു. വരും ദിവസങ്ങളിൽ വ്യാപകമായി പരിശോധന ഉണ്ടാകുമെന്ന് SI അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിലെ ദ്വിദിന പഞ്ചവാദ്യ വജ്രജൂബിലി ആഘോഷത്തിന് സമാപനമായി. സമാപന സമ്മേളനം മധുരരത്നം ചെർപ്പളശ്ശേരി ശിവൻ ഉദ്ഘാടനം ചെയ്തു. സമാപന ചടങ്ങിൽ കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മുൻകാല പഞ്ചവാദ്യ കലാകാരന്മാരെ പൊന്നാടയും മൊമൻറ്റോയും നൽകി ആദരിച്ചു. ചോറ്റാനിക്കര വിജയന്മാരാർ മുഖ്യാതിഥിയായിരുന്നു. പറക്കാട് തങ്കപ്പന്മാരാർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. സംഗീത നാടക അക്കാദമി അംഗം പുല്ലാർ സജു ചന്ദ്രൻ, കോട്ടക്കൽ രവി, പല്ലശന മുരളി, നെല്ലുവായ് ശശി, സേതുമാധവൻ, സുശീലൻ, കലാമണ്ഡലം ബിലഹരിയസ്മാരാർ തുടങ്ങിയവർ സംസാരിച്ചു. അന്ന് ഈ വജ്രജൂബിലിയുടെ വർത്തമാനങ്ങളൊന്നും സംസാരമധ്യേ ഞങ്ങൾ തമ്മിൽ ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ കേരള സർക്കാർ കൊടുക്കുന്ന പല്ലാവൂർ പുരസ്കാരം പോലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ കലാകേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കണമെന്നൊരു അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തേണ്ടായി. ഏതായാലും അതിൻ്റെ ചെറിയൊരു ഭാഗമായിട്ട് ഇന്നലെ ഇവിടെ നടന്ന സംഗതി, വജ്രജൂബിലി പുരസ്കാരം എന്ന് പറഞ്ഞു കൊടുത്തത് എൻ്റെ അച്ഛൻ്റെ ശിഷ്യനായിട്ടുള്ള കുലിശ്ശേരി അനിയന്മാരാർക്കാണ്. അതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു. പിന്നെ പഞ്ചവാദ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് പരമേശ്വരന്മാരാർ തൊട്ട് ഇങ്ങടെ പരമേശ്വരൻ, ശ്രീധരൻ നമ്പീശൻ, കൂങ്ങാട് മധു, ഇന്ന് കരിയന്നൂർ നമ്പൂരി, ഇന്നുള്ളതിൽ പഞ്ചവാദ്യത്തിൻ്റെ താളങ്ങളെക്കുറിച്ചും അതിൻ്റെ സമ്പ്രദായങ്ങളെക്കുറിച്ചും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്ത് പ്രചാരത്തിലെത്തിക്കാൻ പറ്റാവുന്ന വ്യക്തി. സംഘാടക സമിതി ചെയർമാൻ കരിയന്നൂർ നാരായണൻ നമ്പൂതിരി സ്വാഗതവും കൺവീനർ കലാമണ്ഡലം കുട്ടിനാരായണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് 100-ൽ പരം പഞ്ചവാദ്യ കലാകാരന്മാർ അണിനിരന്ന അതിഗംഭീരമായ പഞ്ചവാദ്യം നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാരണാസി ശ്രീ തൃത്താന്തോന്നി ശിവക്ഷേത്രത്തിൽ മണ്ഡലകാല ആഘോഷത്തിന് ഒരുക്കങ്ങളായി. ഡിസംബർ 26 വരെ വിപുലമായ പരിപാടികളാണ് ഇത്തവണയും മണ്ഡലകാലത്തെ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. സ്വയംഭൂവായ മഹാദേവൻ പടിഞ്ഞാറോട്ട് ദർശനം നൽകി കുടികൊള്ളുന്ന അത്യപൂർവം ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് വാടാനംകുറിശ്ശിയിലെ ശ്രീ തൃത്താന്തോന്നി ശിവക്ഷേത്രം. പൗരാണിക പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ മണ്ഡലകാല ആഘോഷം ഇത്തവണയും വിപുലമായാണ് സംഘടിപ്പിക്കുന്നത്. വൃശ്ചികം 1 മുതൽ ധനു 11 വരെ വിപുലമായ പരിപാടികൾ നടക്കും. ചുറ്റുവിളക്ക്, വിശേഷ പൂജകൾ എന്നിവയ്ക്ക് പുറമെ തൃക്കാർത്തികയോടനുബന്ധിച്ച് ഡിസംബർ 4-ന് പ്രത്യേക പരിപാടികളുണ്ടാകും. തൃക്കാർത്തികയ്ക്കൊപ്പം മണ്ഡലവിളക്ക് തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ വിവിധ വാദ്യങ്ങൾ, നൃത്തങ്ങൾ തുടങ്ങിയ കലാപരിപാടികളും ഒരുക്കുന്നുണ്ട്. നവംബർ 17-ന് ക്ഷേത്രത്തിൽ ചുറ്റുവിളക്കും നിറമാലയും ആരംഭിക്കും. ദീപാരാധനയ്ക്ക് ശേഷം പഞ്ചാരിമേളമുണ്ടാകും. തുടർന്ന് അന്നദാനവും ഒരുക്കുന്നുണ്ട്. മണ്ഡലകാല മഹോത്സവത്തിന് എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണമുണ്ടാകണമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി അഭ്യർത്ഥിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓർത്തെടുത്ത ചില കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും കൃത്യമായി കാണാതെ പറയുന്ന ഒരു ബാലനുണ്ട് ഷൊർണൂർ നെടുക്കോട്ടൂരിൽ.
പ്രധാനമായും 2024 മുതൽ 2028 കലണ്ടർ വർഷങ്ങളിലെ ഓരോ തീയതിയും അതേ ദിവസത്തെ ആഴ്ചയുടെ പേരും വിശേഷങ്ങളും കാണാതെ പറയുകയാണ് 11 വയസ്സുകാരനായ KS ഇഷാൻ എന്ന ഈ അത്ഭുത ബാലൻ. ഇഷാൻ്റെ ഈ പ്രത്യേക കഴിവിനെ പലരും ഇതിനകം പ്രശംസിക്കുന്നുമുണ്ട്. ഷൊർണൂർ നെടുങ്ങോട്ടൂർ കാക്കനാട്ട് വീട്ടിലെ സുജീന്ദ്രൻ അനഘ ദമ്പതികളുടെ മകനാണ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന KS ഇഷാൻ എന്ന ഈ അത്ഭുത ബാലൻ. അത്യപൂർവമായ ഒരു പ്രത്യേക കഴിവാണ് ഈ ബാലൻ്റേത്. 11 വയസ്സ് തികയുന്നേ ഉള്ളൂ. ഈ ഒരു പ്രായത്തിൽ തന്നെ ഒരു ഒന്നൊന്നര സംഭവമാണ് KS ഇഷാൻ. ഇനി ഈ കൊച്ചു ബാലൻ്റെ പ്രത്യേക കഴിവിനെ കുറിച്ച് ഒന്ന് വിശദമായി അറിഞ്ഞു നോക്കാം. 2024 14 ഏതാ ഡേ? അതാണ് വെനസ്ഡേ. ഓക്കേ. ഏപ്രിൽ 2024 27 ഏതാ ഡേ? ഏപ്രിൽ സാറ്റർഡേ. വെരി ഗുഡ്. ജൂൺ 2024 12 ഏതാ ഡേ? 12 ആണ്, അത് വെനസ്ഡേ. ഓക്കേ. ഒക്ടോബർ 2024 20 ഏതാ ഡേ? 2004 20 അത് സൺഡേ. ഓക്കേ. ഇനി ഫെബ്രുവരി 2025 27 ഫെബ്രുവരി 25 27 27 അതെനിക്ക് 27 അത് തേഴ്സ്ഡേ. ഓക്കേ. ഏപ്രിൽ 3 ഏതാ ഡേ? 2025 ഏപ്രിൽ 3 ഡേ. ഏപ്രിൽ 3 2025 അത് എനിക്കറിയാം, തേഴ്സ്ഡേ. അന്നായിരുന്നു അന്ന് ഹൈലൈറ്റ് മോളിൽ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഓഗസ്റ്റ് 20 2025 20 2025 ഏതാ ഡേ? അത് വെനസ്ഡേ. ഓക്കെ. നെക്സ്റ്റ് ഡിസംബർ 4 2025 ഏതാ ഡേ? ഡിസംബർ 4 അത് തേഴ്സ്ഡേ. എന്നാണ് അമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ. ഇനി ഇതുപോലെ ഓർത്തെടുത്ത് ചില കാര്യങ്ങൾ കൃത്യമായി കാണാതെ പറയുക എന്നതാണ് ഈ ബാലൻ്റെ കഴിവും പ്രത്യേകതയും. പ്രധാനമായും കലണ്ടറിലെ കാര്യങ്ങൾ ഓർത്തെടുത്താണ് പറയുക. 2024 മുതൽ 28 വരെ കലണ്ടർ വർഷത്തെ കാലയളവിലെ ഓരോ ദിവസവും ആ ദിവസത്തെ ആഴ്ചയുടെ പേര് ഏതെന്നും ഏതൊക്കെ വിശേഷ ദിവസങ്ങൾ ഉണ്ടെന്നുമാണ് ഇഷാൻ കാണാതെ പറയുന്നത്. ചോദിച്ചതിനെല്ലാം ഇഷാൻ ഞൊടിയുടെ ഉത്തരം പറയും. മാർച്ച് 2028 1 മാർച്ച് 2028 1 മാർച്ച് 2028 1 വെനസ്ഡേ. ഓക്കെ. ജൂലൈ 2028 8 ജൂലൈ 2028 8 ജൂലൈ 2028 8 സാറ്റർഡേ. വെരി ഗുഡ് ഇഷാൻ. നെക്സ്റ്റ് സെപ്റ്റംബർ 2028 24 സെപ്റ്റംബർ 2028 24 അത് സൺഡേ. വെരി ഗുഡ് ഇഷാൻ. നെക്സ്റ്റ് നവംബർ 2028 3 നവംബർ 2028 3 നവംബർ 2028 3 നവംബർ 3 അത് 2028 3. ഒരു വർഷം മുമ്പേ ഇഷാൻ വീട്ടിലെ കലണ്ടർ നോക്കി മനസ്സിലാക്കുന്നത് മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോഴാണ് മകൻ്റെ കഴിവിനെക്കുറിച്ച് ഇവർ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഓർത്തെടുത്ത് പറയുക മാത്രമല്ല, ഓരോ വർഷവും വീട്ടിലെ കലണ്ടർ മാറ്റുന്നതും ഇഷാൻ തന്നെയാണ്. എനിക്ക് കാലണ്ടർ പഠിക്കാൻ ഇഷ്ടമായിരുന്നു. പിന്നെ ഇങ്ങനെ പറഞ്ഞത് എപ്പോൾ തുടങ്ങി? ഇങ്ങനെ എത്ര വർഷമായിട്ട്? ഞാൻ ഒരു ജൂലൈ 27 തൊട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ്. പിന്നെ ഞാൻ 30 ജൂലൈ 30 എല്ലാവരും സ്കൂളിൽ ചോദിച്ചു. പിന്നെ അതിനെ കറക്റ്റായിട്ട് പറഞ്ഞു. ഇപ്പോൾ ഒരു ഏത് ഇയർ വരെ കലണ്ടറിൽ പറയാൻ പറ്റും? ഒരു 2022 വരെ പറഞ്ഞു, 2029 വരെ പറഞ്ഞു. ഒറ്റ തവണ ദൂരെ ട്രെയിൻ യാത്ര പോയാൽ പോലും അതിനിടയിലെ സ്ഥലങ്ങളുടെ പേരുകൾ ഒക്കെ മനസ്സിലാക്കി
പിന്നീട് എപ്പോൾ വേണമെങ്കിലും ഇഷാൻ ഓർത്തെടുത്തു പറയും. കൂടാതെ വാഹനങ്ങളുടെ നമ്പർ പോലും കൃത്യമായി മനസ്സിലാക്കി പിന്നീട് എപ്പോൾ ചോദിച്ചാലും നമ്പറുകൾ കാണാതെ പറയാനും കഴിവുണ്ട്. എന്തുതന്നെയായാലും ഏറെ ആശ്ചര്യവും അത്ഭുതവും തോന്നും കല്ലിപ്പാടം കാർമൽ സ്കൂളിൽ പഠിക്കുന്ന ഇഷാന്റെ കഴിവിനെ ഓർത്ത്. ആദ്യം രക്ഷിതാക്കൾക്ക് ആശ്ചര്യം തോന്നിപ്പോയെങ്കിൽ ഇപ്പോൾ കേൾക്കുന്നവർക്ക് എല്ലാം ഈ അത്ഭുത ബാലന്റെ ഓർമ്മശക്തിയെയും കഴിവിനെക്കുറിച്ചും ആശ്ചര്യം തോന്നിപ്പോകും. പഠിക്കാനും ഇഷാൻ ഏറെ മിടുക്കനാണ്. ഇഷാന്റെ കഴിവിനെക്കുറിച്ച് വിദ്യാലയത്തിലുള്ളവർ ഇതിനകം അറിഞ്ഞു കഴിഞ്ഞു. ഏറെ അഭിനന്ദനവും ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മലപ്പുറം തിരൂരിൽ വെച്ച് നടന്ന സംസ്ഥാനതല ഗോൾഡൻ അബാക്കസ് മത്സര പരീക്ഷയിൽ 1ാം സ്ഥാനം ലഭിച്ച മണ്ണൂരിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും NCPയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. മണ്ണൂരിലെ അധ്യാപിക സജീന സലാമിന്റെ നേതൃത്വത്തിലായിരുന്നു കുട്ടികൾക്ക് പരിശീലനം നൽകിയിരുന്നത്. 58 വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചതിൽ 41 പേർക്ക് സമ്മാനം ലഭിച്ചു. 34 കുട്ടികൾക്ക് 1, 2, 3 റാങ്കുകൾ കരസ്ഥമാക്കി. സംസ്ഥാന തലത്തിൽ ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ നേടി പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ച് മണ്ണൂർ യൂണിറ്റ് 1ാമതായി. മണ്ണൂരിലെ അധ്യാപിക സജീന സലാമിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം. NCP ജില്ലാ സെക്രട്ടറി SJN നജീബ് അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികളെ എന്താ പറയുക, വളരെയധികം ഉന്നതിയിൽ എത്തിക്കാൻ കണക്ക് എന്ന് പറയുന്ന വലിയ കാഠിന്യം പിടിച്ച ഒരു പാഠ്യപദ്ധതി നമ്മുടെ കുട്ടികളിലേക്ക്, അവരുടെ ബ്രെയിനിലേക്ക് ഇൻജെക്റ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ വളരെ ഒരു പുതിയൊരു നൂതനമായിട്ടുള്ള ഒരു ആശയമാണ് സജീൻ താത്ത ആവിഷ്കരിച്ചത്. കഴിഞ്ഞ കോവിഡ് കാലത്താണ് അവർ ഈ പദ്ധതി തുടങ്ങിയത്. കോവിഡ് കാലത്ത് നമ്മളൊന്നും ഇത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. വീട്ടിലിരുന്നു കൊണ്ട് കോവിഡ് കാലത്ത് ഇത്തരത്തിലുള്ള പദ്ധതികൾ തുടങ്ങുകയും അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് കൃത്യമായി കുട്ടികളെ ഉള്ളുവെങ്കിൽ ഇന്ന് 58 കുട്ടികളെ നിരന്തരം ഓരോ സംസ്ഥാന അടിസ്ഥാനത്തിൽ എവിടെ വെച്ചാണോ പരിപാടി നടക്കുന്നത്, കോഴിക്കോടായാലും എറണാകുളമായാലും തിരുവനന്തപുരം വരെ അവർ പോയിട്ടുണ്ട്. ഈ 58 കുട്ടികളെ കൊണ്ടുപോയി വിദ്യ അഭ്യസിപ്പിച്ച് 8 മിനിറ്റിൽ അല്ലെങ്കിൽ 8 സെക്കൻഡിൽ ഒക്കെ അവർ കൊടുക്കുന്ന ആ ഷെഡ്യൂൾ അനുസരിച്ചുകൊണ്ട് ഓരോ കുട്ടികൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു പാഠ്യപദ്ധതി പഠിച്ചെടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മളെ ഇന്നത്തെ തലമുറയ്ക്ക്, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് ഒരു മാതൃക. അബു താഹിർ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ഷഫീന നജീബ് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. വി ഹരിദാസൻ, NS സിദ്ദിഖ്, നാരായണൻ, അബ്ദുൽ ഖാദർ, മനോജ്, ADS ഹസ്ന, ജലീൽ എന്നിവർ സംസാരിച്ചു. അധ്യാപിക സജീന സലാം നന്ദി പറഞ്ഞു. പരിശീലക സജീന സലാമിനെ രക്ഷിതാക്കൾ ഉപഹാരം നൽകി ആദരിച്ചു. മധുര വിതരണവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന 12ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് ഞായറാഴ്ച സമാപനമായി. സമാപന ദിനത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ 7 ദിവസങ്ങളായി നീണ്ടുനിന്ന 12ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനാണ് ഞായറാഴ്ച ഉച്ചയോടുകൂടി സമാപനമായത്. യജ്ഞസമർപ്പണം, ആചാര്യദക്ഷിണ എന്നിവയോടുകൂടി സമാപിച്ചു. വയപ്പുറം വാസുദേവ പ്രസാദാണ് യജ്ഞാചാര്യൻ. കാലടി ശങ്കരനാരായണൻ നമ്പൂതിരി സഹ ആചാര്യനുമായിരുന്നു. ഭക്തർക്ക് പ്രഭാതഭക്ഷണം, അന്നദാനം എന്നിവയുമുണ്ടായിരുന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. സപ്താഹ കമ്മിറ്റി ഭാരവാഹികളായ പേരാമംഗലൂർ പരമേശ്വരൻ നമ്പൂതിരി, EM ഗണപതി നമ്പൂതിരി, വേണുഗോപാൽ ചീരാത്ത്, ഗോവിന്ദൻകുട്ടി, VT ഹരിവാര്യർ, അനുജന്മാരാർ തുടങ്ങിയവരും ക്ഷേത്ര സേവാസമിതി അംഗങ്ങളും ക്ഷേത്രം ജീവനക്കാരും നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ അയ്യന്തോൾ അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനി പ്രണയ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഹസ്വചിത്രം ശ്രദ്ധേയമാകുന്നു. ലഹരിക്കെതിരെ എങ്ങനെ ഒരു കുട്ടിക്ക് പ്രതികരിക്കാം എന്നതാണ് പ്രമേയം. തൃശൂർ സിറ്റി പോലീസിൻ്റെ സാമൂഹിക മാധ്യമങ്ങൾ വഴി റിലീസ് ചെയ്ത ചിത്രം ഇതിനകം വൈറൽ ആയിരിക്കുകയാണ്. ലോക വിദ്യാർത്ഥി ദിനത്തിൽ ഇറങ്ങിയ സർപ്രൈസ് എന്ന് പേരിട്ടിട്ടുള്ള ഷോർട്ട് ഫിലിമാണ് ജനശ്രദ്ധ പിടിച്ചുപറ്റിയത്. അയ്യന്തോൾ അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനി പ്രണയ എന്ന കൊച്ചുമിടുക്കിയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം. എനിക്ക് സുധീഷ് ചേട്ടൻ ഷോർട്ട് ഫിലിമിൻ്റെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ എനിക്ക് നല്ലൊരു ടീമാണ് തോന്നി. അപ്പം ഞാനതിൽ അഭിനയിച്ചു. പിന്നെ ഇതെന്ന് വെച്ചാൽ നല്ല ഒരു മെസ്സേജിൻ്റെ ഒരു ഇതാണ്. ലഹരിക്കെതിരെ പോരാടാനുള്ള വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തമാണ് ചിത്രം വിളിച്ചോതുന്നത്. സ്കൂളിലെ ലഹരി വിരുദ്ധ ക്ലാസ്സിൽ പറഞ്ഞു കേട്ട് കുറിച്ചു വെച്ച യോദ്ധാവ് നമ്പർ ഉപയോഗിച്ച് ലഹരി വിൽപ്പനക്കാരെ വലയിലാക്കുന്നതാണ് പ്രമേയം. നിങ്ങളുടെ ചുറ്റിലും ഇവരിത് വിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ആരുമില്ലാത്ത വിജനമായ സ്ഥലങ്ങളിൽ വെച്ചാവും, ചിലപ്പോൾ തിരക്കേറിയ ഇടങ്ങളിലാവും. അങ്ങനെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെയാണ് അവർ നിങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുന്നത്. ലഹരിയുടെ കെണിയിൽപ്പെട്ട് നാട്ടിലും വീട്ടിലും ഭീതി വിതയ്ക്കുന്ന
സംഘങ്ങൾക്കെതിരെ വലിയ ചെറുത്തുനിൽപ്പ് നടക്കുന്നതിനിടയിലാണ് ലഹരിക്കടിമയായ സ്വന്തം മകനെ അമ്മയ്ക്ക് പോലീസിൽ ഏൽപ്പിക്കേണ്ടി വന്നത്. തൻ്റെ മകൻ സിനിമകളിലെ അക്രമങ്ങളും നിങ്ങളൊക്കെ എന്താ അമ്മയെ പ്രതികരിക്കാത്തത്? ഉപയോഗിക്കാൻ തുടങ്ങിയതെന്ന് എന്ത് പ്രതികരിക്കാത്തത്? നമുക്ക് ചുറ്റും ഓരോ കാഴ്ചകളൊക്കെ കാണുന്നത്, ലഹരി വസ്തുക്കളുടെ കച്ചവടം നടക്കണത്, പറഞ്ഞു കൊടുക്കാൻ രഹസ്യ നമ്പറൊക്കെ ഉണ്ട്. പുസ്തകത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അച്ഛൻ റെഡിയായി, മോള് പോവാൻ നോക്ക്. മുതിർന്നവർ പറയാൻ മടിക്കുന്ന കാര്യം ഒരു കുട്ടിയിലൂടെ പ്രാവർത്തികമാക്കുന്നതാണ് കഥാതന്തു. തൃശൂർ അവനിശ്ശേരി സ്വദേശി സുധീഷ് ശിവശങ്കരനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിലെ എല്ലാവരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. നിരവധി സ്കൂളുകളിലും പൊതുവേദികളിലും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് നിതിൻ മോഹനനാണ്. എഡിറ്റിംഗ് ധനീഷ് ഹരിദാസും സംഗീതം എം വിനയനുമാണ് നിർവഹിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇനി വാർത്തയിൽ മാറ്റൊലി കാണാം. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ദുരൂഹവും അസ്വാഭാവികവുമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചിരിക്കുന്നു. ഈ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങളൊക്കെ. വോട്ടിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള കോൺഗ്രസിന്റെ ആരോപണം വളരെ ശരിവെക്കുന്ന രൂപത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. സ്വാഭാവികമായും വളരെ അടിസ്ഥാനപരമായും കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഉയർത്തിപ്പിടിക്കുന്ന വോട്ട് ചോരി എന്ന മുദ്രാവാക്യം ഈ സമയത്ത് വളരെ പ്രസക്തമാണ്. വോട്ടർ പട്ടിക ശുദ്ധീകരണം പോലും നടത്താതെ ഇലക്ഷൻ കമ്മീഷനെ കൂട്ടുപിടിച്ചുകൊണ്ട് ജനവിധി അട്ടിമറിക്കാനുള്ള ഇന്ത്യ മുന്നണിയുടെ കുൽസിത ശ്രമത്തിന്റെ ഒരു നഗ്ന കാഴ്ചയാണ് കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിലൂടെ നമുക്കറിയാൻ കഴിയുന്നത്. കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം തികച്ചും ശരിവെക്കുന്ന രൂപത്തിലാണ് ഇന്നുണ്ടായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നതും നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള കോൺഗ്രസിന്റെ ശ്രമം വലിയ തരത്തിലുള്ള ഒരു പോരാട്ടത്തിലൂടെ തന്നെ നടപ്പാക്കുമെന്നാണ് പറയാനുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷൊർണൂരിൽ വികസന പരിപ്രേക്ഷ്യവുമായി BJPയുടെ സംവാദ പരിപാടി. സംവാദം വികസിത ഷൊർണൂർ എന്ന ആശയമുയർത്തിപ്പിടിച്ച അവസരം തന്നാൽ ഷൊർണൂരിൽ വികസനത്തിന്റെ വിസ്മയം സൃഷ്ടിക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഒറ്റപ്പാലത്തും BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ വികസന സദസ്സ. കേരളത്തിൽ ഒരു വികസനവും നടക്കുന്നില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം കൂടുതൽ സജീവമായി. വിവിധ കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ. കോട്ടായിൽ ഭരണ തുടർച്ചയുടെ അനിവാര്യത ഓർമ്മപ്പെടുത്തി LDF കൺവെൻഷൻ. കേരളശ്ശേരിയിൽ മാറ്റത്തിലേക്ക് വിരൽ ചൂണ്ടി BJP ഇലക്ഷൻ കൺവെൻഷൻ. അനധികൃത മണൽക്കടത്ത്. 2 പേർ ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. ഭാരതപ്പുഴയിൽ നിന്ന് കടത്താൻ ശ്രമിച്ച മണലുമായി പിടിയിലാതെ ദേശമംഗലം സ്വദേശികൾ. മണൽ കടത്താൻ ഉപയോഗിച്ച വാഹനവും പിടിച്ചെടുത്തു. വാദ്യവിസ്മയത്തോടെ കേരള കലാമണ്ഡലത്തിലെ പഞ്ചവാദ്യ വജ്ര ജൂബിലി ആഘോഷത്തിന് സമാപനം. 100-ൽ പരം കലാകാരന്മാർ അണിനിരന്ന പഞ്ചാഹനം പഞ്ചവാദ്യം ആസ്വാദകർക്ക് അനുഭൂതിയായി. വാദ്യപ്രവാഹത്തിൽ കൈകോർത്തത് ചെറുപ്പളശ്ശേരി ശിവനും ചോറ്റാനിക്കര വിജയന്മാരും ഉൾപ്പെടെ പ്രമുഖർ. 10000 സാക്ഷി. കൽപ്പാത്തിയിൽ ചരിത്രപ്രസിദ്ധമായ ദേവരഥ സംഗമം. മണ്ഡല മഹോത്സവത്തിന് നാടൊരുങ്ങി. ക്ഷേത്രങ്ങളിൽ വിപുലമായ പരിപാടികൾ. വിശ്വാസികൾക്കിനി വ്രതശുദ്ധിയുടെ പുണ്യകാലം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.